നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഭിനേത്രി, നർത്തകി എന്നീ നിലകളിലെല്ലാം ശ്രദ്ധ നേടിയതാണ് സുധാ ചന്ദ്രൻ. 16-ാം വയസ്സിൽ കാല് നഷ്ടപ്പെട്ടിട്ടും കൃത്രിമമായ കാല് വെച്ച് നൃത്തം ചെയ്ത് ജീവിതത്തോട് പോരാടിയ സുധ തൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാവുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോ ആരാധകരെയും സുധയെ സ്നേഹിക്കുന്നവരെയും ആശങ്കപ്പെടുത്തുന്നതാണ്. നോർത്ത് ഇന്ത്യയിൽ ഹൈന്ദവ വിശ്വാസ പ്രകാരം നടത്തപ്പെടുന്ന ഒരു ആഘോഷമാണ് മാതാ കി ഭക്തി. പ്രപഞ്ചത്തിന്റെ മാതാവായി കരുതപ്പെടുന്ന ദുർഗ, ലക്ഷ്മി, സരസ്വതി, കാളി തുടങ്ങിയ ദേവീ രൂപങ്ങളോടുള്ള വിശ്വാസവും ആരാധനയും പ്രകടമാക്കുന്ന ആഘോഷമാണിത്. ഭക്തജനങ്ങൾ തങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും സന്തോഷങ്ങളും ദേവിക്ക് മുന്നിൽ അർപ്പിച്ച് ആടുകയും ദേവീ കീർത്തനങ്ങൾ പാടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. തുടക്കത്തിൽ സുധയും നൃത്തം ചെയ്യുകയും പാടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് മറ്റൊരാളുടെ നൃത്തം കണ്ടു നിന്നുകൊണ്ടിരിക്കെ സുധാ ചന്ദ്രനിൽ മാറ്റമുണ്ടായത്. തീവ്രമായ വൈകാരിക മാറ്റമായിരുന്നു അത്. പിന്നീട് ചുറ്റും നിന്നവർക്ക് സുധാ ചന്ദ്രയെ നിയന്ത്രിക്കാൻ കഴിയാതെയാവുന്നു. പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നവരെ സുധ കടിക്കാൻ ശ്രമിക്കുന്നതായും കാണാം. ഭജൻ സന്ധ്യയ്ക്കിടെ അതീവ വികാരധീനയായി പെരുമാറുന്ന നടിയും നർത്തകിയുമായ സുധാ ചന്ദ്രന്റെ വീഡിയോയ്ക്ക് താഴെ നിരവധി ആളുകളാണ് ഇപ്പോൾ കമന്റ് ചെയ്യുന്നത്. പ്രാർത്ഥന നിരതയായിരുന്ന താരം ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വികാരങ്ങൾ നിയന്ത്രിക്കാനാവാതെ ഉന്മാദാവസ്ഥയിലേക്ക് മാറുന്ന ദൃശ്യങ്ങൾ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിക്കുകയാണ്. പരിപാടിക്കിടെ അവർ നൃത്തം ചെയ്യുന്നതും പിന്നീട് വിങ്ങിപ്പൊട്ടുന്നതും ചുറ്റുമുള്ളവർ അവരെ ആശ്വസിപ്പിക്കുന്നതും വീഡിയോയിലുണ്ട്. വെള്ളയും ചുവപ്പും കലർന്ന സാരിയും ഹെഡ് ബാൻഡും ധരിച്ചാണ് സുധാ ചന്ദ്രൻ ഭജൻ ചടങ്ങിനെത്തിയത്. ചടങ്ങിൽ അവർ അതിയായി വികാരധീനയാവുകയും നിയന്ത്രണം നഷ്ടപ്പെട്ട് പെരുമാറുകയും ചെയ്യുമ്പോൾ ഒപ്പമുള്ളവർ അവരെ താങ്ങി നിർത്താൻ ശ്രമിക്കുന്നത് കാണാം. ചില ദൃശ്യങ്ങളിൽ അവർ കരയുന്നതായും മറ്റു ചിലതിൽ ഒരാളുടെ കയ്യിൽ കടിക്കുന്നതായും വീഡിയോയിലുണ്ട്. ഇതിനു മുൻപ് പുറത്തു വന്ന മറ്റു ചില ദൃശ്യങ്ങളിലും അവർ വളരെ ശാന്തയായി പ്രാർത്ഥനയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നതും ഭക്തിയോടെ നൃത്തം ചെയ്യുന്നതും കാണാം. 2 ദിവസങ്ങളായി ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. പൊതുവെ സീരിയലുകളിൽ സുധാ ചന്ദ്ര ഇത്തരം വേഷങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്തരം ഏതെങ്കിലും സീരിയൽ, സിനിമ ഷൂട്ടിംഗ് വീഡിയോ ആണെന്നാണ് പലരും തെറ്റിദ്ധരിച്ചത്. എന്നാൽ പിന്നീടാണ് മാതാ കി ഭക്തിക്കിടയിൽ സുധാ ചന്ദ്രയ്ക്കുണ്ടായ വൈകാരിക മാറ്റമാണെന്ന് തിരിച്ചറിഞ്ഞത്. പരകായ പ്രവേശനമോ വൈകാരിക തളർച്ചയോ ആവാമെന്ന് പറഞ്ഞ് സുധയെ ആശ്വസിപ്പിക്കുന്നവരുമുണ്ട്. ബാധ കയറിയതോ എന്ന് ചോദിച്ച് പരിഹസിക്കുന്നവരും ഇല്ലാതെയല്ല. എന്നാൽ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ഇത്തരമൊരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ട ആളല്ല സുധാ ചന്ദ്രൻ. ഒരു റോഡ് അപകടത്തിലാണ് സുധാ ചന്ദ്രൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയത്. എന്നാൽ ഡോക്ടറുടെ അനാസ്ഥ കാരണം വലതുകാൽ മുറിച്ചു മാറ്റേണ്ടി വന്നു. ഇന്ത്യൻ ടെലിവിഷൻ രംഗത്തെയും സിനിമയിലെയും സുപരിചിതമായ മുഖമായ സുധാ ചന്ദ്രൻ പ്രശസ്തയായ ഒരു ഭരതനാട്യം നർത്തകി കൂടിയാണ്. കഹീം കിസി റോസ് എന്ന പരമ്പരയിലെ രമോള സിക്കന്ത് എന്ന ഐക്കോണിക് കഥാപാത്രത്തിലൂടെയാണ് അവർ ഏറെ പ്രശസ്തയായത്. ഇതിനു പുറമെ നാഗിൻ, യേ ഹേ മൊഹബത്തെ, ക്യുങ്കി, സാസ് ബി കബി ബഹൂതി, മാതാ കി ചൗക്കി തുടങ്ങിയ നിരവധി പ്രശസ്തമായ പരമ്പരകളിലും അവർ അഭിനയിച്ചിട്ടുണ്ട്. മലരും കിളിയും, കാലം മാറി കഥ മാറി, അവൻ, അനന്തപത്മനാഭൻ, അലക്സാണ്ടർ ദി ഗ്രേറ്റ്, ക്ലിയോപാട്ര എന്നീ മലയാള ചിത്രങ്ങളിലും സുധാ ചന്ദ്രൻ വേഷമിട്ടിട്ടുണ്ട്. 1982-ൽ ഒരു അപകടത്തിൽ തന്റെ കാൽ നഷ്ടപ്പെട്ടിട്ടും അഭിനയ നൃത്ത രംഗത്തേക്ക് തിരിച്ചു വന്ന നടിയാണ് സുധാ ചന്ദ്രൻ. ജയ്പൂരിൽ കാൽ വെച്ച് നൃത്തത്തിലേക്ക് തിരിച്ചു വന്ന സുധാ ചന്ദ്രൻ തന്റെ ജീവിത കഥ ആസ്പദമാക്കിയെടുത്ത മയൂരി എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ ലോകത്തേക്ക് വന്നത്. പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കമെന്ന് പറഞ്ഞ കുഞ്ഞുണ്ണി മാഷയെ പോലെ ഇല്ലായ്മയെ തൻ്റെ ബലമായി കണ്ട് മുന്നോട്ട് വന്ന സുധാ ചന്ദ്രയ്ക്ക് ഇങ്ങനെ ഒരു നാടകം കളിക്കേണ്ടതില്ല. ഇത് തീർത്തും വൈകാരികമായ, ദൈവികമായ ഒന്നാണെന്ന് ആരാധകർ പറയുന്നു.